മതപാഠപുസ്തക നിയമങ്ങളെയാണോ ഇന്ത്യൻ ഭരണഘടനാ നിയമങ്ങളെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? മതപാഠപുസ്തകങ്ങളെങ്ങനെ അതെന്താ ഇന്ത്യൻ ഭരണഘടനയെ സപ്പോർട്ട് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാരണങ്ങളൊന്നുമില്ല. ഞാൻ മതപുസ്തകങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്രേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മതപരമായ രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പറയാൻ അറിയില്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി നമുക്ക് വയബിളായിട്ട് തോന്നുന്നത് അതാണ്. മതപരമായിട്ടുള്ളത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അവരുടേതായിട്ടുള്ളത്. മുസ്ലിംസിന് വേറെ, ഹിന്ദുക്കൾക്ക് വേറെ, ക്രിസ്ത്യൻസിന് വേറെ. ബെറ്റർ ഫോളോയിങ് ദാറ്റ് നമ്മൾ എല്ലാം കൂടി ചേർന്നൊരു നിയമഘടന ഫോളോ ചെയ്യുന്നതായിരിക്കും നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ്ങിന് നല്ലത്. അതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മതവിശ്വാസി താമസിക്കുന്ന രാജ്യത്തെ ഭരണഘടനയെ വിശ്വസിച്ചില്ല എങ്കിൽ അവൻ മതവിശ്വാസി അല്ല. ഏത് മതത്തിലാണെങ്കിലും ആ മതത്തിലെ നിയമം പറയുന്നുണ്ട്. നീ വസിക്കുന്ന രാജ്യത്തിൽ എന്ത് നിയമമാണോ അതിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ട് ചോദ്യത്തിന് ഉത്തരവായില്ലേ? പുസ്തക നിയമങ്ങളെയാണോ അതോ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങളെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഇന്ത്യനല്ലേ, ഇന്ത്യൻ ഭരണഘടനയിലേ അംഗീകരിക്കുകയുള്ളൂ. മതപഠനത്തിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമുള്ള ആളല്ല. ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്ത്യനാണ്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു മതത്തെ വിശ്വസിക്കുന്ന ആളല്ല. എല്ലാ മതവും ദൈവം, എല്ലാ മതത്തിലുള്ളവരും മനുഷ്യരല്ലേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മതവിശ്വാസമൊന്നുമില്ല. മനുഷ്യനായിട്ട് ജീവിക്കുന്ന, മനുഷ്യനല്ലാത്ത എല്ലാവരും മനുഷ്യരാണെന്നൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. മനുഷ്യരായിട്ടുള്ള മുഴുവൻ ആൾക്കാരെ എനിക്കിഷ്ടമാണ്. ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ അപ്പുറത്തേക്ക് ഒരു ഗ്രന്ഥത്തിന് സ്ഥാനമില്ല നമ്മുടെ ഭാരതത്തിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മതം എല്ലാവരും നമ്മൾ ഒരുപോലെ, ഓരോ ഹിന്ദുക്കളാണേലും ക്രിസ്ത്യാനിയാണേലും മുസ്ലിങ്ങളാണേലും എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നു. അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഓരോ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റിലേഷനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നു. ചില മതങ്ങളാണെങ്കിൽ ചില ഇന്ത്യൻ നിയമങ്ങളെ ചിലതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ചില മതങ്ങളാണെങ്കിൽ തൂക്കിക്കൊല, നമ്മുടെ എന്തെങ്കിലും കൊലപാതകം ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ തൂക്കിക്കൊല്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മതം സപ്പോർട്ട് ചെയ്യില്ല ചില മതങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് ചേട്ടൻ നോക്കിയാണ്? മതങ്ങൾ ആണ്, മതം പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇല്ലേ. അപ്പം എല്ലാ മതത്തെയും നമ്മൾ ഒരുപോലെ കണ്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിലെ അവർ എന്തൊക്കെയാണോ തീരുമാനിക്കുന്നത് അത് ശരിയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്ത് മതപരമായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, കറക്റ്റ്. പിന്നെ ചോദിച്ചാൽ നമ്മൾ ഭരണഘടന നോക്കണമല്ലോ. രണ്ടും നോക്കാം അത്യാവശ്യം. രണ്ടും ഇപ്പം മീൻസ് ആസ് എ ഒരു റിലീജിയൻ്റെ പേരിലാണ് നമ്മൾ അത് എന്താ പറയണേ, നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ നമുക്കത് ഫോളോ ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ല, ചെയ്യേണ്ടി വരും. അതൊരു ഇറ്റ്സ് ഡിപ്പെൻഡ്. മതത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അങ്ങനെയില്ല, എന്താ പറയണേ, മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ഇന്ത്യൻ നിയമങ്ങളുടെ കാഴ്ചപ്പാടും ചില സമയത്ത് രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ചോദിച്ചാൽ ഇപ്പം പറയണേ, ഇപ്പം ഞാൻ മതത്തിനെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇപ്പം നമ്മുടെ നിയമങ്ങൾ അത്രയ്ക്ക് സപ്പോർട്ടില്ല. കാരണം നമ്മൾ മീൻസ് ഫ്രണ്ട്സ് ഇടയിലാണ് പല നമുക്കങ്ങനെ ഒരു ഇത് തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മീൻസ് മതത്തിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കട്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറയാനിപ്പോൾ പറ്റുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിശ്വാസമുള്ളതിൽ വിശ്വസിക്കാം, എല്ലാത്തിലൊന്നും വിശ്വസിക്കണമെന്നില്ല. അങ്ങനെയാണ്. പിന്നെ മതപരമായിട്ട് വിശ്വാസമുണ്ട്, നല്ലതിൽ മാത്രം വിശ്വസിക്കാം. ഇപ്പം മതപാഠപുസ്തകം ചില മതങ്ങൾ ഈ തൂക്കുകയറിനെയൊക്കെ എതിർക്കുന്ന അതുണ്ട്, സംഭവമുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താ? അതിന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതിൽ കൊടുക്കണം. പാഠം ഗൾഫിലൊക്കെ നിന്നതാണ്. അവിടത്തേക്ക് അനുഭവം വെച്ചിട്ട് അങ്ങനെ കൊടുക്കേണ്ട ചില അപൂർവം
അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്, അതിന് കൊടുക്കണം തന്നെ. അതായത് മതപാഠപുസ്തക നിയമങ്ങളെയാണോ ഇന്ത്യൻ ഭരണഘടനാ നിയമങ്ങളെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യൻ പഠന നിയമങ്ങൾ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ രീതി. മതങ്ങളിൽ വിശ്വാസമില്ലേ? വിശ്വാസമുണ്ട്, അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ. കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ നിയമങ്ങൾ. എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അതല്ലേ